ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് പിന്തുണയുമായി സമരരംഗത്ത് സജീവമായിരുന്ന 3 കന്യാസ്ത്രീകൾ സഭാവസ്ത്രം ഉപേക്ഷിച്ചു. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗങ്ങളും കുറവിലങ്ങാട് നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ അനുപമ, സിസ്റ്റർ നീന റോസ്, സിസ്റ്റർ ജോസഫൈൻ എന്നിവരാണ് സന്യാസ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയത്. വിവിധ സമയങ്ങളിലായാണ് മൂവരും മടം വിട്ടതെന്നാണ് വിവരം. കോൺവെന്റിൽ തുടർന്നു പോകുന്നതിലെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഇവരെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് കന്യാസ്ത്രീകളുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സിസ്റ്റർ നീന റോസിന് അടുത്തിടെ ഒരു വാഹനാപകടത്തിൽ പരിക്കേൽക്കുകയും ഏറെ നാൾ ചികിത്സയിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായതായും പറയപ്പെടുന്നു. മടം വിടുന്ന കാര്യം ഇവർ ജലന്ധർ രൂപതയെയും കോൺവെന്റ് അധികൃതരെയും ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. തുടർന്ന് ജലന്ധർ രൂപത ബിഷപ്പ് മഠത്തിലെത്തി ഇരുവരുമായി സംസാരിച്ചതായി സേവ് അവർ സിസ്റ്റേഴ്സ് കൂട്ടായ്മയുടെ പ്രതിനിധികൾ അറിയിച്ചു. എന്നാൽ സഭാവസ്ത്രം ഉപേക്ഷിച്ച 3 പേരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഉൾപ്പെടെ 6 കന്യാസ്ത്രീകളാണ് കുറവിലങ്ങാട് മഠത്തിലുണ്ടായിരുന്നത്. ഇതിൽ 3 പേർ മഠം വിട്ടതോടെ പരാതിക്കാരിയും മറ്റ് 2 സിസ്റ്റർമാരുമാണ് നിലവിൽ മഠത്തിലുള്ളത്. ഇവർ തയ്യൽ ജോലി ചെയ്താണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. കാതോലിക്ക സഭയെ തന്നെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു ജലന്ധർ രൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ലൈംഗിക പീഡന ആരോപണം. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ മഠത്തിലെ കന്യാസ്ത്രീയെ 13 തവണ ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു പരാതി. കുറവിലങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2018 സെപ്റ്റംബറിൽ ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റിലായി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ 105 ദിവസം നീണ്ടുവന്ന വിചാരണ നടപടികൾക്കൊടുവിൽ 2022 ജനുവരി 14-ന് ബിഷപ്പിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലാവുകയും വിചാരണ നേരിടുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ.